എന്തുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്ന് നമുക്ക് കപ്പളങ്ങ കൊണ്ടുള്ള ഒരു കറി ഉണ്ടാക്കിയാലോ? ഇതിനെ കപ്പളങ്ങയെന്നും കറമൂസാന്നും ഓമയ്ക്കാന്നും ഒക്കെ പറയും. ഞങ്ങൾ കപ്പളങ്ങ എന്നാണേ പറയുന്നത്. ഇനി നമുക്കൊരു കപ്പളങ്ങ ഒന്ന് അടർത്തിയെടുക്കാം. ഞാനിവിടെ ഒരു കപ്പളങ്ങ അടർത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 3 സവോള 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി 3 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പളങ്ങയൊക്കെ ഒന്ന് കൊത്തി എടുക്കുമ്പോഴത്തേന് അതിൻ്റെ കറയെല്ലാം അങ്ങ് പോകും. ഇതുപോലെ ഒന്ന് കൊത്തി കൊടുത്താൽ മതി. നമ്മളിപ്പോൾ അടർത്തിയെടുത്തത് കൊണ്ടാണ് ഇത്രയും കറ. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കറ കാണത്തില്ല. ഇനി ഇത് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് ആ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് അകത്തൊരു കുരുവൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് കളയണം. ഞാൻ കപ്പളങ്ങ 2ആയിട്ട് മുറിച്ചിട്ട് അതിനെ ഒന്നും കൂടെ ഞാൻ 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ചെറിയ കഷ്ണമാക്കിയതിന് ശേഷം നമുക്ക് അകത്തെ ആ കുരുവൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ആ പുറത്തെ തൊലിയില്ലേ, ആ തൊലിയൊക്കെ അങ്ങ് ചെത്തിക്കളയണം. ഇതുപോലെ അങ്ങ് ചെത്തിക്കളഞ്ഞാൽ മതി. ഇപ്പോൾ കപ്പളങ്ങയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. കാരണം വിഷമൊന്നും ചേർന്നിട്ടില്ല. നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഉണ്ടാകുന്ന കപ്പളങ്ങയല്ലേ. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്താലും ഒന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് എടുക്കാം. ഞാൻ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. സവോള ഇഞ്ചിയൊക്കെ ഒന്ന് വൃത്തിയാക്കി അതും കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് അരിയാം കേട്ടോ. ഇത് കപ്പളങ്ങ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് വേകും. ഒരുപാട് വേവൊന്നും ഇല്ലാത്ത സാധനമല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഞാനിവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ സവോള അരിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ് പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്തും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പിടി മല്ലിയിലയും കൂടെ ഞാനെടുത്ത് കഴുകി അരിഞ്ഞ് അതും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് ആ സവോള ഇല്ലേ, നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു. ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് ഞാനൊരു മൂടി വെച്ചൊന്ന് അടച്ച് വെച്ചു. ഒരു 5 മിനിറ്റ് ശേഷം നമുക്കൊന്ന് മൂടിയൊക്കെ തുറന്ന് നോക്കാം. സവോളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് ഇനി അടയ്ക്കണ്ട, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് സവോളയൊക്കെ വഴന്നു. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച കപ്പളങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് അടയ്ക്കാം. ഒന്ന് വഴന്ന് വരണം ഈ കപ്പളങ്ങ. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കൊന്നും കൂടെ ഒന്ന് മൂടി തുറന്ന് നോക്കാം. വഴന്നിട്ടില്ല, ഇത്തിരിയും കൂടെ ഒന്ന് വഴലാനുണ്ട്. അപ്പം നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. ഇപ്പം നമ്മുടെ കപ്പളങ്ങയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ട പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. പിന്നെ പൊടി ഐറ്റംസിൻ്റെ എല്ലാം പച്ചമണമൊക്കെ മാറണം. പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒരു മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കുക. അതവിടെ ഇരുന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വേകട്ടെ. നന്നായിട്ട് അതങ്ങ് വെന്ത് ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇനി അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയൊക്കെ വാങ്ങി വയ്ക്കാം. വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്ത് കടുക് താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായപ്പോൾ കടുകിട്ടു, വറ്റൽമുളക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കിനി അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണേ. ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇളക്കി കൊടുത്തിട്ട് ഉള്ളിയൊക്കെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നമ്മുടെ കറിയിലേക്ക് എടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ച് ഒന്ന് അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് അതിലേക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇളക്കിയിട്ട് ഇനി നമുക്കൊരു ബൗളിനകത്തേക്കൊന്ന് കോരി വയ്ക്കാം. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ കറിക്ക്. കപ്പളങ്ങയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ തന്നെ കാണുമല്ലോ. ഒന്ന് കപ്പളങ്ങയൊക്കെ ഒന്ന് അടർത്തിയെടുത്ത് ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.